കുറുപ്പുംപടി ടൗണിന്റെ ഹൃദയഭാഗത്ത് നല്ല പ്രീമിയം വീടുകൾ നോക്കണവരാണോ? അതും അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ബസ് റൂട്ടിൽ തന്നെയുള്ള വീട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 15 സെന്റ് സ്ഥലത്ത് 3300 സ്ക്വയർ ഫീറ്റ് വീടാണ്. 4 ബെഡ്റൂമുകളാണ് വന്നിട്ടുള്ളത്. 4ഉം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് റൂട്ടാണ്. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്ന നല്ല വലിപ്പമുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറുപ്പുംപടി ടൗണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ താഴെയാണ് ദൂരം വന്നിട്ടുള്ളൂ. അപ്പോൾ വീടിന്റെ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ വീടിന്റെ ഫ്രണ്ട് വശത്ത് വരുമ്പോൾ തന്നെ വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. അത് അത്യാവശ്യം നല്ലൊരു ലാവിഷായിട്ടുള്ള സിറ്റ് ഔട്ട്. സൈഡിൽ ഇരിക്കാനുള്ള സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. തൂണുകൾ കൊടുത്ത് തന്നെ മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. അതുപോലെ വലിയൊരു കാർ പോർച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻട്രൻസിലായിട്ട് ഡോർ നോക്കുമ്പോഴായാലും നല്ല മനോഹരമായിട്ടുള്ള വുഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡോറാണ്. നല്ല ഡിസൈനിലുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ വീടിന്റെ ഉൾവശം കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് അത് വന്നിട്ടുള്ളത്. അത് നല്ല സീറ്റിംഗ് സ്പേസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഏരിയയിലാണ് TV കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടുന്നാണ് സ്റ്റെയറും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ആ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് നോക്കുമ്പോഴായാലും നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം പെരുമാറാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റോറേജ് ഏരിയ. അതുകൂടാണ്ട് ഒരു വിറകടുപ്പിനുള്ള കിച്ചണും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. കിങ് സൈസ് ബെഡ് ഇടാവുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിലായിട്ടാണ് ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത് കേട്ടോ. നല്ല കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം സെയിം അതേ വലിപ്പത്തിൽ തന്നെയുള്ള ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ. അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും ഈ ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സ്റ്റെയർ കയറി മുകളിലേക്ക് വരുന്നത് വലിയൊരു ലാൻഡിംഗ് സ്പേസിലേക്കാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഹാൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം സീറ്റിംഗ് സ്പേസ് ആണ്, ലിവിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിങ് സൈസ് ബെഡ് ഇടാവുന്ന ബെഡ്റൂമാണ്. ഇവിടെയും അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂം ആയാലും സെയിം എല്ലാ ബെഡ്റൂമുകളും സ്റ്റാൻഡേർഡ് സൈസിൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് പോകട്ടോ. സിറ്റ് ഔട്ടിലേക്ക് പോകുമ്പോഴായാലും നല്ലൊരു വ്യൂയോട് കൂടിയിട്ടുള്ള സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ആ റോഡിന്റെ വ്യൂ കറക്റ്റ് ആയിട്ട് കാണാട്ടോ. മുകളിലത്തെ ലാൻഡിങ്ങിൽ നിന്ന് നമുക്ക് നേരെ ഒരു വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനും തുണി ഉണക്കാനൊക്കെ ഉള്ള സ്പേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന സ്പേസ് ആണ്. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായുള്ള വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1.25 കോടി രൂപയുണ്ടോ. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചിട്ട് വന്നോ. 15 സെന്റ് സ്ഥലത്ത് 4 ബെഡ്റൂം 4ഉം അറ്റാച്ച്ഡ് ആണ്. നല്ല 3300 സ്ക്വയർ ഫീറ്റിൽ വലിപ്പമുള്ള നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.